മെഗാസ്റ്റാർ മമ്മൂക്കയുടെ വമ്പൻ പടങ്ങളുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അത്തരത്തിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന വരാനിരിക്കുന്ന വമ്പൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തേത് ഇപ്പോഴിതാ തിയേറ്ററുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമയാണ്. രാഹുൽ സദാശിവനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഗെറ്റപ്പ് കണ്ടത് മുതൽ തന്നെ പ്രേക്ഷകർ വലിയ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണിത്. ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് പുറമെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മണികണ്ഠ ആചാരി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടതിന് ശേഷം ഗെയിം ത്രില്ലറാണോ ഹൊറർ മൂവിയാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത്. സംവിധായകനായ രാഹുൽ സദാശിവൻ തന്നെയാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഈ സിനിമ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും കഥ പറയുക. ചിത്രം ഫെബ്രുവരി 15-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ഏകദേശം 27 കോടി രൂപയാണ് സിനിമയുടെ ബജറ്റായി കണക്കാക്കുന്നത്. ഇന്ത്യക്ക് പുറമെ 22 രാജ്യങ്ങളിൽ സിനിമ റിലീസിനെത്തുന്നുണ്ട്. സിനിമയുടെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. മാത്രമല്ല, സിനിമ കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തത് സംവിധായകൻ വൈശാഖും മെഗാസ്റ്റാറും ഒന്നിക്കുന്ന സിനിമയാണ് ടെർബോ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ആക്ഷൻ ഡ്രാമ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. കറുത്ത ഷർട്ടും വെള്ള മുണ്ടും ഇട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന മമ്മൂക്കയുടെ പോസ്റ്റർ വലിയ തരംഗമായിരുന്നു. 2023 തന്നെ മമ്മൂക്ക ടെർബോയുടെ സെറ്റിൽ ജോയിൻ ചെയ്തിരുന്നു. ഏകദേശം 100 ദിവസത്തിനടുത്ത് ഷൂട്ടിംഗിനുള്ള ചിത്രമാണിത്. ടെർബോ ജോസ് എന്ന കഥാപാത്രമായിട്ടായിരിക്കും മമ്മൂട്ടി ഈ ചിത്രത്തിൽ എത്തുക. തെലുങ്ക് നടൻ സുനിലും കന്നഡ നടൻ രാജ്വി ഷെട്ടിയും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിരവധി ത്രില്ലർ സിനിമകൾ ഒരുക്കിയ മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. മെഗാസ്റ്റാറിന്റെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണിത്. ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു ആക്ഷൻ ഡ്രാമ സിനിമയ്ക്കായി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ടെർബോ. ഏകദേശം 70 കോടിയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് കണക്കാക്കുന്നത്. അടുത്തത് ഡീനോ ഡെന്നീസ് എന്ന പുതുമുഖ സംവിധായകന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് ബസൂക്ക. ഒരു ഗെയിം ത്രില്ലർ പശ്ചാത്തലത്തിലായിരിക്കും ഈ സിനിമ ഒരുങ്ങുക. മമ്മൂട്ടി, ദിവ്യ പിള്ള, ഗൗതം വാസുദേവ് മേനോൻ, ജിഷു സെൻഗുപ്ത, സണ്ണി വെയിൻ, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ തുടങ്ങിയവരായിരിക്കും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. ഏകദേശം 30 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമ 2023 ഏപ്രിൽ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുകയും 70% പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രത്തിന്റെ ചിത്രീകരണം നിർത്തിവെക്കുകയായിരുന്നു. സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം 40 ദിവസത്തെ ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. എന്നാൽ 2024 ഫെബ്രുവരി അവസാനത്തോടുകൂടി ചിത്രത്തിന്റെ ചിത്രീകരണം പുനരാരംഭിക്കുന്നതാണ്. 2024 ഓണം റിലീസിനായി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ സിനിമയുടെ സംവിധായകനായ ഡീനോ ഡെന്നീസ് തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസിനായി നമുക്കും കാത്തിരിക്കാം. അടുത്തതായി നമ്മുടെ മെഗാസ്റ്റാർ ജോയിൻ ചെയ്യുന്നത് മമ്മൂട്ടി, മഹേഷ് നാരായണൻ ചിത്രത്തിലാണ്. പൂർണ്ണമായും വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഈ ചിത്രം ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരിക്കും. 60 ദിവസത്തെ ഡേറ്റ് ആണ് മെഗാസ്റ്റാർ ഈ സിനിമയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാകാനാണ് സാധ്യത. കുഞ്ചാക്കോ ബോബനോ, ഫഹദ് ഫാസിലോ ഒരു പ്രധാന വേഷം ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സിനിമയുടെ ഒഫീഷ്യലായ അനൗൺസ്മെന്റ് ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. അടുത്തത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാത്തൊരു സിനിമയാണ്. നല്ല കഴിവുള്ള സംവിധായകരെ മെഗാസ്റ്റാർ കണ്ടുമുട്ടുകയാണെങ്കിൽ തനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാമോ എന്ന് അവരോട് അങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട്. അത്തരത്തിലുണ്ടായ സിനിമയാണ് പൊഴൂർ, റോഷാക്ക്, കാതൽ ദ കോറി എന്നിവ. അത്തരത്തിൽ തനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാമോ എന്ന് അങ്ങോട്ട് മമ്മൂട്ടി വിളിച്ചു പറഞ്ഞ സംവിധായകനാണ് കൃഷാന്ത് ആർക്കെ. ആവാസ വ്യൂഹം, പുരുഷപ്രേതം എന്നിവയാണ് കൃഷാന്ത് ഇതിനു മുൻപ് സംവിധാനം ചെയ്ത ചില ചിത്രങ്ങൾ. അത്തരത്തിൽ മമ്മൂട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് കൃഷാന്ത് ഒരു സയൻസ് ത്രില്ലർ സിനിമയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി വരാൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രോജക്റ്റ് നടക്കുകയാണെങ്കിൽ മെഗാസ്റ്റാറിന്റെ മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും സിനിമ നിർമ്മിക്കുക. അടുത്തത് ഷാജി പാടൂറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സീസർ എന്ന ചിത്രമാണ്. എബ്രഹാമിന്റെ സന്തതികൾ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും ഷാജി പാടൂറും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. 2021 ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നടത്തിയിരുന്നത്. പക്ഷേ കോവിഡ് കാരണം സിനിമ പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. അനീഫ് അദാനി തിരക്കഥ എഴുതുന്ന ഈ ചിത്രം ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും സിനിമയുടെ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സംവിധായകൻ അറിയിച്ചിരുന്നു. സീസർ എന്ന അബ്കാരി മാഫിയ കിങ് ആയിട്ടായിരിക്കും മമ്മൂട്ടി ഈ ചിത്രത്തിൽ എത്തുക. എന്തുതന്നെയാലും ഉടൻ തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ഈ വർഷമായിരിക്കും ഷൂട്ടിംഗ് ആരംഭിക്കുക. അടുത്ത ചിത്രം ബിലാലാണ്. മമ്മൂട്ടിയുടെ കൾട്ട് സ്റ്റാറ്റസ് നേടിയ ബിഗ് ബി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് ബിലാൽ. അമൽ നീരദിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി ഈ ചിത്രം 2019 അനൗൺസ് ചെയ്തിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിനായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചതായിരുന്നു. സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നതിന് കൃത്യം 3 ദിവസം മുൻപായിരുന്നു കോവിഡ് മഹാമാരിയുടെ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതോടുകൂടി ചിത്രം പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു.
പിന്നീട് സിനിമ ഒരുപാട് നീണ്ടുപോകുകയായിരുന്നു. പ്രേക്ഷകർ ഇപ്പോഴും ഈ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ്. 2007 അമൽ നീരദ് മമ്മൂട്ടി ചിത്രം ബിഗ് ബി തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ല. എന്നാൽ പിന്നീട് ചിത്രം ടിവിയിൽ വന്നതോടുകൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു. ബിലാൽ ജോൺ കുരിശുങ്കൽ എന്ന കഥാപാത്രത്തിന് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു. കാലം തെറ്റി വന്ന ഒരു സിനിമയായിരുന്നു ഇത്. ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് മുതൽ വമ്പൻ ഹൈപ്പിലായിരുന്നു പ്രേക്ഷകർ ഈ സിനിമയ്ക്കായി കാത്തിരുന്നത്. അന്ന് മുടങ്ങിപ്പോയ ബിലാൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംവിധായകൻ ഇപ്പോൾ നടത്തുന്നുണ്ട്. ചിത്രം ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അനൗൺസ് ചെയ്ത് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമാകാത്ത മറ്റൊരു സിനിമയാണ് ഐ ആം എ ഡിസ്കോ ഡാൻസർ. നാദിർഷയും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഈ സിനിമയുടെ അനൗൺസ് കഴിഞ്ഞതായിരുന്നു. ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമായിരുന്നു അന്ന് പുറത്തുവിട്ടിരുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. 2019 ഷൂട്ടിംഗ് ആരംഭിക്കാനിരുന്ന സിനിമയായിരുന്നു. കോവിഡ് കാരണം തന്നെയായിരുന്നു ഈ സിനിമ മാറ്റിവെച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊരു കോമഡി സിനിമയായിരുന്നു. ഈ സിനിമ എന്ന് ആരംഭിക്കും, സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമോ അതോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെ ലഭ്യമല്ല. പക്ഷേ നാദിർഷയും മമ്മൂട്ടിയും ഒന്നിക്കുന്നെന്ന വാർത്ത പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയായിരുന്നു കേട്ടത്. ചിത്രം ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. സിനിമയുടെ റിലീസിനായി നമുക്കും കാത്തിരിക്കാം. അനൗൺസ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്ത മറ്റൊരു ചിത്രമാണ് മമ്മൂട്ടി പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു കോമഡി ചിത്രം. ദിലീപും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. മേഘം എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും പ്രിയദർശനും ദിലീപും ഒന്നിക്കുന്ന സിനിമ കൂടിയാണിത്. കുറെ നാളുകളായി പ്രിയദർശൻ കോമഡി ട്രാക്കിൽ സിനിമകൾ ചെയ്തിട്ട് കോമഡി ട്രാക്കിൽ നിന്നും മാറി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കൊറോണ പേപ്പർ, ഒപ്പം മരക്കാർ എന്നിവ. ഇതിൽ ഒപ്പം മാത്രമാണ് വിജയിച്ചത്. പ്രിയദർശൻ കോമഡി ട്രാക്കിലേക്ക് വീണ്ടും മടങ്ങി വരിക ഈ സിനിമയിലൂടെ ആയിരിക്കും. പൂർണ്ണമായും അമേരിക്കയിൽ വെച്ചായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടത്തുക എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ പ്രിയദർശൻ എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്കും കാത്തിരിക്കാം. അടുത്തത് മമ്മൂട്ടി ബി ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടിൽ പ്ലാൻ ചെയ്യുന്ന ഒരു ചിത്രമാണ്. ബി ഉണ്ണികൃഷ്ണൻ തന്നെയായിരിക്കും ഈ സിനിമയുടെ രചന നിർവഹിക്കുക. മമ്മൂട്ടി ബി ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടിൽ ഇതുവരെ ഒരു വിജയ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. ഈ അടുത്തിടെ ഇറങ്ങിയത് ക്രിസ്റ്റഫർ എന്ന സിനിമയായിരുന്നു. എന്നാൽ ആ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്തു തന്നെയായാലും പുതിയ മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്ന തിരക്കിൽ തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ. നമുക്കും കാത്തിരിക്കാം. അടുത്തത് അണ്ണൻ തമ്പി, രാജമാണിക്യം തുടങ്ങിയ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത അൻവർ റഷീദ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പ്ലാൻ ചെയ്യുന്ന ഒരു ചിത്രമാണ്. 2023 ഓണം ടൈമിലായിരുന്നു ഈ ചിത്രത്തിന്റെ ചർച്ചകൾ നടത്തിയിരുന്നത്. 2024 അവസാനത്തോടുകൂടി ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇരുവരും ഒന്നിച്ചപ്പോൾ ഇതിനു മുൻപ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു സിനിമകളെല്ലാം. ചിത്രം നടപ്പാകുകയാണെങ്കിൽ ആഷിഖ് അബും അൻവർ റഷീദുമായിരിക്കും ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക. അടുത്തത് അത്ര കൺഫേം ആകാത്ത ചില ചിത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് അമീർ. വിനോദ് വിജയനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അടുത്തത് ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന മാർത്താണ്ഡവർമ്മ എന്ന ചിത്രം. അടുത്തത് റോഷാക്കിന് ശേഷം നിസാം ബഷീറുമായിട്ടുള്ള മറ്റൊരു പ്രൊജക്ട്. അടുത്തത് മിനിസ്റ്റർ രാജ. ഇതുപോലെ ഒരുപാട് സിനിമകൾ മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ഏറ്റവും പുതിയ ചിത്രം ബ്രഹ്മയുഗത്തിന്റെ പ്രൊമോഷൻ ആക്ടിവിറ്റിയിൽ തിരക്കിലാണ് ഇപ്പോൾ മമ്മൂക്ക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.